നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രത്യുൽപാദന വ്യവസ്ഥ. എന്താണ്? പ്രത്യുൽപാദന വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എന്താണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്? വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? നമ്മൾ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ ഓഫ് ദ സെയിം കൈൻഡ്. അതിന്റെ തന്നെ തലമുറയെ നമ്മൾ സൃഷ്ടിക്കുന്ന ആ പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഈ പ്രത്യുൽപാദനം നമുക്ക് രണ്ട് വഴിയാണ് നടക്കുന്നത്. ഒന്നാമത് ലൈംഗിക പ്രത്യുൽപാദനവുമുണ്ട്, അലൈംഗിക പ്രത്യുൽപാദനം. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ. നമുക്ക് നോക്കാം. എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്? ലിംഗകോശങ്ങളുടെ ആ സംയോജനത്തിലൂടെ നടക്കുന്ന പ്രത്യുൽപാദനമാണ് നമ്മൾ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ലിംഗകോശങ്ങളുടെ സംയോജനത്തിലൂടെ നടക്കുന്ന പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അത് മനുഷ്യരില്, പിന്നെ അതുപോലെ ബഹുകോശ ജീവികളില്, പുഷ്പിക്കുന്ന സസ്യങ്ങളിലൊക്കെ ഏതാണ്? ലൈംഗിക പ്രത്യുൽപാദനമാണ് നടക്കുന്നത്. എന്നാൽ സെക്കൻഡ് വൺ അലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ലിംഗകോശങ്ങളുടെ സംയോജനമില്ലാതെ നടക്കുന്ന പ്രത്യുൽപാദനമാണ് അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. എന്താണ്? ലിംഗകോശങ്ങളുടെ സംയോജനമില്ലാതെ നടക്കുന്ന പ്രത്യുൽപാദനമാണ് അലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഏകകോശ ജീവികളിലൊക്കെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് നമ്മൾ പ്രത്യുൽപാദനം എന്താന്ന് പറഞ്ഞു? പുതിയ ജീവികളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. പ്രത്യുൽപാദന രീതികൾ രണ്ട് വിധമുണ്ട്. ഒന്ന് ലൈംഗിക പ്രത്യുൽപാദനം, ലിംഗകോശങ്ങളുടെ സംയോജനത്തിനു കൂടെ നടക്കുന്ന പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു അലൈംഗിക പ്രത്യുൽപാദനം, ലിംഗകോശങ്ങളുടെ സംയോജനമില്ലാതെ നടക്കുന്ന പ്രത്യുൽപാദനമാണ് അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ മനുഷ്യരിലേക്ക് നമുക്ക് അടുത്തത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയും സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയും നമുക്ക് പഠിക്കാം. ഫസ്റ്റ് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ. അതായത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഒരു ജോഡി വൃഷണങ്ങൾ, അതായത് ടെസ്റ്റിൽസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ഒരു ജോഡി വൃഷണങ്ങള്, അതിനോടനുബന്ധിച്ചുള്ള നാളികള്, ഗ്രന്ഥികൾ, അതുപോലെ തന്നെ ബാഹ്യ ലൈംഗിക ഭാഗങ്ങളും ചേർന്നതാണ് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഒരു ജോഡി വൃഷണങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള നാളികള്, പിന്നെ ഗ്രന്ഥികൾ, ബാഹ്യ ലൈംഗിക ഭാഗങ്ങളും ചേർന്നതാണ് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ വൃഷണങ്ങളിൽ നിന്നാണ് നമ്മൾ പുംബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എവിടെ നിന്നാണ്? വൃഷണങ്ങളിൽ നിന്നാണ് പുംബീജം, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ സ്പേം എന്ന് പറയും. SPERM, സ്പേം എന്ന് പറയുന്നത്. അപ്പൊ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ടെസ്റ്റിൽസിൽ നിന്ന്, അല്ലെ? അല്ലെങ്കിൽ വൃഷണങ്ങളിൽ നിന്നാണ് പുംബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ പുംബീജം, ഈ വൃഷണങ്ങളിൽ നിന്നും പുംബീജം ആ മൂത്രനാളിയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ബീജവാഹി വഴിയാണ്. വൃഷണങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ പുംബീജങ്ങളെ മൂത്രനാളത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ബീജവാഹി വഴിയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? പുംബീജം അല്ലെങ്കിൽ സ്പേം ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? പുംബീജം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയാം? നമുക്ക് സ്പേം എന്ന് പറയാം. സ്പേം.
അപ്പൊ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? ഒരു ജോഡി വൃഷണങ്ങളും നാളികളും ഗ്രന്ഥികളും അതിനോടനുബന്ധിച്ചുള്ള ബാഹ്യ ലൈംഗിക ഭാഗങ്ങളും ചേർന്നതാണ് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിലുള്ള ആ ഒരു ജോഡി വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പുംബീജം എന്ന് പറയുന്ന ഈ പുംബീജത്തെ നമ്മൾ വൃഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുംബീജത്തെ മൂത്രനാളിയിലേക്ക് എത്തിക്കുന്നത് ബീജവാഹി വഴിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം എന്നറിയപ്പെടുന്നത് ഏതാ? പുംബീജം അല്ലെങ്കിൽ സ്പേം ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത സെക്ഷൻ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിലേക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഒരു ജോഡി അണ്ഡാശയങ്ങൾ, അതുപോലെ തന്നെ ഒരു ജോഡി അണ്ഡവാഹികൾ, ഗർഭാശയം, ഗർഭാശയഗളം, യോനി, ബാഹ്യ ജനനേന്ദ്രിയം എന്നിവ ഉൾപ്പെട്ടതാണ് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒരു ജോഡി അണ്ഡാശയങ്ങൾ, ഒരു ജോഡി അണ്ഡവാഹികള്, ഗർഭാശയം അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയും, പിന്നെ ഗർഭാശയഗളം, യോനി, അതുപോലെ തന്നെ ബാഹ്യ ജനനേന്ദ്രിയം എന്നിവയാണ് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഓരോ ആർത്തവ ചക്രത്തിലും ഓരോ മെൻസ്ട്രേഷനിലും എന്ത് ചെയ്യുന്നു? ഈ അണ്ഡാശയത്തിൽ നിന്ന് ഒരു അണ്ഡം വീതം ഉൽപ്പാദിപ്പിക്കുന്നു. ഓരോ സ്ത്രീകളില് ഓരോ മെൻസ്ട്രേഷൻ സമയത്തും അണ്ഡാശയങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഓരോ അണ്ഡം വീതം അവര് ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ അണ്ഡത്തിനും ഇംഗ്ലീഷിൽ പറയുന്ന എഗ് എന്നാണ് കേട്ടോ, എഗ് ആണ്. ഓക്കെ, അപ്പൊ ഓവറിയിൽ നിന്നും അണ്ഡാശയം എന്ന് പറഞ്ഞാൽ ഓവറി. അപ്പൊ ഓവറിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഓരോ അണ്ഡം വീതം ഓരോ മെൻസ്ട്രേഷൻ ടൈമിലും ആർത്തവ ചക്രത്തിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം, ശ്രദ്ധിക്കുക, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്ന അണ്ഡമാണ്, എഗ് ആണ്. ഏറ്റവും വലിയ കോശമാണ് അണ്ഡം അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ മെൻസ്ട്രേഷൻ ടൈമിൽ എന്ത് ചെയ്യുന്നു? ഈ ഓവറിയിൽ നിന്ന് ഓരോ അണ്ഡം, അണ്ഡാശയത്തിൽ നിന്നും ഓരോ അണ്ഡം അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ എഗ്ഗും അതുപോലെ തന്നെ സ്പേമും അല്ലെങ്കിൽ പുംബീജവും അണ്ഡവും തമ്മിൽ സംയോജിക്കുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോജനം എന്ന് പറയുന്നത്. ബീജ സംയോഗം. ഓക്കെ, ഫെർട്ടിലൈസേഷൻ എന്നാൽ എന്താണ്? പുംബീജവും അതുപോലെ തന്നെ എഗ്ഗും അല്ലെ, അണ്ഡവും, പുംബീജവും അണ്ഡവും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? സ്പേമും എഗ്ഗും തമ്മിൽ സംയോജിക്കുന്ന ആ പ്രക്രിയക്കാണ് ബീജ സംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് ഇതുപോലെ ഈ പുംബീജവും അണ്ഡവും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്നതാണ് സിക്താണ്ഡം. ആ പേര് നോട്ട് ചെയ്യുക, എന്താണ്? പുംബീജവും അണ്ഡവും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്നതാണ് സിക്താണ്ഡം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയാം? സൈഗോട്ട് എന്ന് പറയുന്നത്. ഇതാണ് സൈഗോട്ട്, ZYGOTE, സൈഗോട്ട് എന്ന് പറയുന്ന. അപ്പൊ പുംബീജവും അണ്ഡവും തമ്മിൽ സംയോജിക്കുന്ന ആ പ്രക്രിയക്കാണ് നമ്മളെ ബീജ സംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. പുംബീജവും അണ്ഡവും തമ്മിൽ ചേർന്നുണ്ടാകുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നോക്കുക, ഈ ബീജ സംയോഗം നടക്കുന്നത് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അണ്ഡവാഹിനിക്കുള്ളിൽ വെച്ചാണ്, അല്ലെങ്കിൽ അതിന് പറയാം ഇംഗ്ലീഷിലെ ഫാലോപ്പിയൻ ട്യൂബിൾ. അപ്പൊ എവിടെ വെച്ചിട്ടാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ബീജ സംയോഗം നടക്കുന്നത് അണ്ഡവാഹിനിക്കുള്ളിൽ വെച്ചാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ബീജ സംയോഗം നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്ത് അവിടെ ഉണ്ടാകുന്നത് എന്താണ്? സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്നു. സിക്താണ്ഡം ഉണ്ടാകുന്നു. ഈ സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് പടിപടിയായിട്ട് കോശവിഭജനം നടന്നിട്ട് പൂർണ്ണ വളർച്ചയെത്തിയ ശിശുവായി മാറുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ശിശുവായി മാറുവാണ്. കോശവിഭജനം നടക്കുന്നു. സിക്താണ്ഡത്തിന് പല പടിപടിയായിട്ട് കോശവിഭജനം നടന്നിട്ട് എന്ത് ചെയ്യുന്നു? പൂർണ്ണ ജീവിയായി മാറുന്നു.
ഭ്രൂണത്തിന് ഇംഗ്ലീഷിൽ എംബ്രിയോ എന്നാണ് പറയുന്നത്. ഈ എംബ്രിയോ വളരുന്ന ഗർഭാശയ ഭിത്തിയുടെ ഉള്ളിലെ പാളി, ഈ ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയോ എവിടെ ഇരിക്കുന്ന ഗർഭാശയത്തില് അല്ലെ, ആ ഗർഭാശയത്തില് ഈ എംബ്രിയോ ഇരിക്കുന്ന ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള പാളിക്കാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. എന്താണ് എൻഡോമെട്രിയം? അപ്പൊ ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയോ വളരുന്ന ഗർഭാശയത്തിലെ ഉള്ളിലെ പാളിക്കാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയത്തില് ഈ ഭ്രൂണം വളരുന്ന ഭാഗത്തിനാണ് പ്ലാസെന്റ എന്ന് പറയുന്നത്. എന്താണ് എൻഡോമെട്രിയത്തില് ഈ ഭ്രൂണം വളരുന്ന ഭാഗമാണ് എന്തെന്ന് പ്ലാസെന്റ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് പ്ലാസെന്റയെ കുറിച്ച് നോക്കാം. അതായത് ഭ്രൂണം എംബ്രിയോ, ഭ്രൂണത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? എംബ്രിയോ. ഈ ഭ്രൂണം ഗർഭാശയത്തില് ഗർഭാശയത്തിന്റെ ഭാഗമായ എൻഡോമെട്രിയത്തില് പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസെന്റ. അപ്പൊ നമ്മൾ പറഞ്ഞു ഗർഭാശയത്തില് ഈ ഭ്രൂണം പറ്റിപ്പിടിച്ച് ഇരിക്കുന്ന ഭാഗമാണ് എൻഡോമെട്രിയം എന്ന് പറഞ്ഞു. ഈ എൻഡോമെട്രിയത്തില് ഭ്രൂണം പറ്റിച്ചേർന്നിരിക്കുന്ന ഭാഗം ആണ് പ്ലാസെന്റ എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസെന്റ എന്താണ്? എൻഡോമെട്രിയത്തില് ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസെന്റ എന്ന് പറയുന്നത്. പിന്നെ മറുപിള്ള എന്ന് പറയുന്ന ഭാഗം പ്ലാസെന്റയാണ്. നമ്മൾ പറയൂ ഡെലിവറി ശേഷം മറുപിള്ള എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ മറുപിള്ള എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലാസെന്റയാണ്. പിന്നെ നമ്മൾ പറയുന്ന അമ്മയും കുട്ടിയും തമ്മിലുള്ള രക്തം, അവർക്കുടെ ബ്ലഡ് പരസ്പരം കലരാതെ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് പ്ലാസെന്റയാണ്. അമ്മയും കുട്ടിയും തമ്മിലുള്ള അവരുടെ ആ രക്തം പരസ്പരം കലരാതെ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് പ്ലാസെന്റയാണ്. പിന്നെ ഭ്രൂണത്തിന് അല്ലെങ്കിൽ എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷണവും ഒക്കെ നൽകുന്നത് എവിടെ നിന്നാണ്? പ്ലാസെന്റയിൽ നിന്നാണ്. ഭ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷണവും ഒക്കെ കിട്ടുന്നതും പ്ലാസെന്റയിൽ നിന്നാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പ്ലാസെന്റയെ കുറിച്ച് പറഞ്ഞത്? ഒന്നുകൂടെ നമുക്ക് നോക്കാം പോയിന്റ്സ്. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസെന്റ എന്ന് പറയുന്നത്. പിന്നെ അമ്മയും കുട്ടിയും തമ്മിലുള്ള രക്തം പരസ്പരം കലരാതെ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസെന്റ. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞു മറുപിള്ള എന്നറിയപ്പെടുന്നത് പ്ലാസെന്റയാണ്. പിന്നെ ഭ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എംബ്രിയോയിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷക ഘടകങ്ങളും നൽകുന്നത് ആരാണ്? പ്ലാസെന്റയെ കൂടിയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ആ എംബ്രിയോ ഭ്രൂണവും നമ്മൾ പ്ലാസെന്റയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഭാഗം, ആ കണക്ഷനാണ് നമ്മൾ പൊക്കിൾ കൊടി എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്യുക. ആ ഭ്രൂണവും അല്ലെങ്കിൽ എംബ്രിയോ അതും പിന്നെ പ്ലാസെന്റയും തമ്മിൽ പരസ്പരം ബന്ധിക്കുന്ന ഭാഗമാണ് പൊക്കിൾ കൊടി വഴിയാണ് ബന്ധിച്ചിരിക്കുന്നത്, പൊക്കിൾ കൊടി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. എന്താ വെച്ചാൽ ഗർഭാശയത്തിലെ ഇരട്ട സ്ഥലമാണ് അമ്നിയോൺ എന്ന് പറയുന്നത്. ഗർഭാശയത്തിലെ ഇരട്ട സ്ഥലമാണ് അമ്നിയോൺ. എന്താണ് അമ്നിയോൺ? AMNION, അമ്നിയോൺ എന്ന് പറയുന്നത് ഗർഭാശയത്തിന്റെ ഇരട്ട സ്ഥലം അമ്നിയോൺ. ഈ അമ്നിയോണിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പൊ അമ്നിയോണിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അത് 2 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. ഗർഭാശയത്തിലെ ഇരട്ട സ്ഥലത്തിനാണ് നമ്മൾ അമ്നിയോൺ എന്ന് പറയുന്നത്. ഈ അമ്നിയോണിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഗർഭകാലാവധി എന്ന് പറയുന്നത് 280 ദിവസമാണ്. നിങ്ങളൊന്നൊരു ഓപ്ഷൻ നോക്കിയിട്ട് അതിന് ആൻസർ ചെയ്യുക. അതായത് ചിലതിൽ 270 to 280 ദിവസം എന്നും വരാം. ഓക്കെ അല്ലേ? 270 തുടങ്ങി 280 ദിവസം എന്ന ഓപ്ഷനിൽ അങ്ങനെയാ കൊടുത്തെങ്കിൽ അത് എഴുതാം. അല്ലെങ്കിൽ ഗർഭകാലാവധി എന്ന് പറയുന്നത് 280 ദിവസമാണ്. ഇനി നോക്കുക, ഈ പ്രസവിച്ചു കഴിഞ്ഞ ആദ്യത്തെ 4-5 ദിവസം, ആദ്യത്തെ ആ 4-5 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പാലിനാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത്. അതായത് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യം ഉണ്ടാകുന്ന പാല്, 4-5 ദിവസം കുട്ടിക്ക് കൊടുക്കുന്ന ആ പാൽ
പാലിനാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇത് വളരെ ന്യൂട്രിറ്റീവ് ആണ്. അത് കുട്ടിക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. ആ പാലിന് വളരെ വാലിഡിറ്റി ഉണ്ട്, വളരെ ന്യൂട്രീഷൻ ആണ്. കുട്ടിയുടെ നല്ല ആരോഗ്യത്തിന് അത് അത്യാവശ്യമാണ്. ആ പാലിന് എന്താ പറയുന്നത്? പാലിന് പറയുന്നത് നമ്മൾ കൊളസ്ട്രം എന്നാണ് പറയുന്നത്. ആദ്യത്തെ 4-5 ദിവസം വരെ കുട്ടിക്ക് കൊടുക്കുന്ന ആ പാലാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇനി മുലപ്പാലില് അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്, എന്താണ്? ലാക്ടോസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റീപ്രൊഡക്ഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാസന്റയുടെ പോയിന്റ്സ് പറഞ്ഞു. പ്ലാസന്റ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാമിനിങ്ങനെ നമുക്ക് ചോദിക്കാൻ താഴെ തന്നിരിക്കുന്നതിൽ പ്ലാസന്റയുടെ ധർമ്മമല്ലാത്തത് ഏത്? പ്രസ്താവനകൾ തന്നിട്ട് നമുക്ക് പ്ലാസന്റയുടെ ധർമ്മമല്ലാത്തത് ഏത്, അല്ലെങ്കിൽ പ്ലാസന്റയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം എന്ന് അങ്ങനെ ചോദിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഗർഭാശയത്തിന്റെ ഇരട്ട സ്ഥലത്തിന് അമ്നിയോൺ എന്ന് പറയുന്നു. അമ്നിയോണിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം അമ്നിയോട്ടിക് ദ്രവം ആണ്. പിന്നെ ഗർഭാശയ കാലാവധി എന്ന് പറയുന്നത് 280 ദിവസം. ഇത് 270 to 280 എന്നായാലും കറക്റ്റ് ആണ്. അപ്പൊ നമ്മള് പിന്നെ ആദ്യത്തെ ഉണ്ടാകുന്ന ആ 4-5 ദിവസം കൊടുക്കുന്ന പാലിനാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി നമ്മൾ പറഞ്ഞു. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ചെറിയ ഇതിലേക്ക് നോക്കാം. അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഈ വന്ധ്യത എന്ന് പറഞ്ഞ വളരെ ഒരു ഭയങ്കര പ്രശ്നമാണ് അല്ലേ. എന്നുവെച്ചാൽ കുട്ടികളില്ലാത്ത ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വന്ധ്യത എന്ന് പറയുന്നത്. അത് പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താണ് വന്ധ്യത എന്ന് പറഞ്ഞത്? പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് വന്ധ്യത? അതായത് പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കാം. ഈ പുരുഷന്മാരിൽ വന്ധീകരിക്കുന്ന ആ ശസ്ത്രക്രിയക്ക് പറയുന്ന പേരാണ് വാക്സ്റ്റമി എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക നിങ്ങൾ. പുരുഷന്മാരിലെ വന്ധീകരണ ശസ്ത്രക്രിയക്കാണ് നമ്മൾ വാക്സ്റ്റമി എന്ന് പറയുന്നത്. VASCTOMY വാക്സ്റ്റമി എന്ന് പറയുന്നത്. ഇനി സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയക്കാണ് ട്യൂബക്ടമി എന്ന് പറയുന്നത്. എന്താണ് ട്യൂബക്ടമി? TUBECTOMY ട്യൂബക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷ വന്ധീകരണ ശസ്ത്രക്രിയക്ക് എന്തെന്ന് പറയുന്നത്? വാക്സ്റ്റമി എന്ന് പറയുന്നു. സ്ത്രീ വന്ധീകരണ ശസ്ത്രക്രിയക്കാണ് നമ്മൾ ട്യൂബക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യുൽപാദനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ ഒരു ഇതും കൂടി നമുക്ക് പറയാം. ഗർഭസ്ഥ ശിശുവിന്റെ ഈ ജനന വൈകല്യങ്ങൾ, ജനിതക വൈകല്യങ്ങളൊക്കെ ജനിക്കുമ്പോഴും ഉണ്ടാകുന്ന ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആ ടെസ്റ്റിന് പറയുന്ന പേരാണ് അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഗർഭസ്ഥ ശിശുവിന്റെ ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് അമ്നിയോസിന്തസിസ് എന്ന് പറയുന്നത്. അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. പ്രത്യുൽപാദന വ്യവസ്ഥ പഠിച്ചു. പ്രത്യുൽപാദന രീതികൾ, 2 രീതിയിലുള്ള പ്രത്യുൽപാദന രീതികൾ പഠിച്ചു. ഏതാണ്? ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും പഠിച്ച്, പിന്നെ നമ്മൾ അടുത്തതായിട്ട് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ പഠിച്ചു. അതിന്റെ ഭാഗങ്ങൾ പഠിച്ചു. പിന്നെ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ പഠിച്ചു. പിന്നെ പ്രഗ്നൻസി സ്പേമും എഗ്ഗും തമ്മിൽ കൂടിച്ചേർന്ന് ഉണ്ടാകുന്നത് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ടാണെന്ന് പഠിച്ചു. പിന്നെ അതിന്റെ ഗർഭാശയത്തിന്റെ കാലഘട്ടം 280 ദിവസം എന്നുള്ളത് പഠിച്ചു. പിന്നെ നമ്മൾ ആ ശസ്ത്രക്രിയകൾ, അവർക്ക് പ്രത്യുൽപാദനം ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? വന്ധ്യത എന്ന് പറഞ്ഞു. ഇൻഫെർട്ടിലിറ്റി, അതിന്റെ ഓരോ 2 ടെസ്റ്റുകളും പുരുഷന്മാരിൽ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയും സ്ത്രീകളിൽ വന്ധീകരണ ശസ്ത്രക്രിയയുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. Okay, thank you.